അഡ്വക്കേറ്റ് കെ അനിൽകുമാർ ടെലിഫോൺ ലൈനോട് CPM നേതാവ്. ശ്രീ അനിൽകുമാർ, താങ്കൾ ഈ കൊച്ചിയിലെ യോഗത്തെ പറ്റി അറിഞ്ഞിരുന്നോ? ആ യോഗത്തിൽ പങ്കെടുത്തവരുടെ പശ്ചാത്തലത്തെ പറ്റി അറിഞ്ഞോ? അവർ ഇപ്പോൾ ഉൾപ്പെട്ട കേസിനെ പറ്റി അറിഞ്ഞോ? ഇത് കെ സുധാകരൻ വിളിച്ചൊരു യോഗത്തിൽ യാദൃശികമായി വന്നവരാണെന്ന് വേണമെങ്കിൽ കോൺഗ്രസിനൊരു ന്യായം പറയാം. എന്താണ് താങ്കളുടെ പ്രതികരണം ഈ വിഷയത്തിൽ? ഒരു യാദൃച്ഛികതയുമില്ല. കെ സുധാകരൻ എന്ന് പറയുന്ന വ്യക്തി അടിമുടി ഇത്തരം ക്രിമിനൽ പ്രവർത്തനം നടത്തുന്നവരുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ച വ്യക്തിയാണ് എന്ന കാര്യം ലോകത്തെല്ലാവർക്കും അറിയാം. മോൻസൺ മാവുങ്കലിന്റെ വീട്ടില് അദ്ദേഹത്തിന്റെ നിത്യസന്ദർശനവും മാവുങ്കൽ ഏത് തരത്തിലാണ് തന്റെ സംവിധാനങ്ങളെ അവിടെ കൊണ്ടുപോയിരുന്നത് എന്ന കാര്യങ്ങളൊക്കെ ലോകത്തെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് കെ സുധാകരനെ കുറിച്ച് ആർക്കും വ്യക്തിപരമായിട്ട് തിരിച്ചറിയുന്ന ഒരു പ്രശ്നമുള്ള കാര്യമല്ല എന്ന നല്ല ധാരണ നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. ഇവിടെ പ്രശ്നം എന്താണ്? തുഫാൻ എന്ന് പറഞ്ഞ നിലയ്ക്ക് നല്ല നിലയ്ക്ക് ലഹരി വിരുദ്ധ വേട്ടയുടെ ഒരു പ്രവർത്തനവുമായി ആത്മാർത്ഥമായി നമ്മുടെ ആഭ്യന്തരകാര്യമന്ത്രി അഭിനന്ദനാർഹമായി പോകാൻ ശ്രമിക്കുന്നു. പക്ഷെ അദ്ദേഹത്തെ ആരാണ് ദുർബലപ്പെടുത്തിയത്? അദ്ദേഹം ശക്തമായൊരു പരിപാടിയുമായി കേരളം മുഴുവൻ സഞ്ചരിക്കുന്നു. അതിന്റെ ഭാഗമായിട്ട് സിനിമാ പ്രവർത്തകർ ഉൾപ്പെടെ, സാഹിത്യ പ്രവർത്തകർ ഉൾപ്പെടെ, മാധ്യമങ്ങൾ ഉൾപ്പെടെ എല്ലാവരും പിന്തുണ കൊടുക്കുന്നു. തുഫാൻ വാരിയേഴ്സ് എന്ന് പറഞ്ഞ ബാഡ്ജ് സ്വീകരിക്കുന്നു. ആ ബാഡ്ജ് ലഭിച്ച് ഓരോരുത്തരെയും അനാദരിക്കുകയും അപമാനിക്കുകയും ആ ബാഡ്ജിന്റെ നിലവാരം തേർക്കുകയും ചെയ്യുന്ന കാര്യമാണ് MP ചെയ്യുന്നത്. അതാണ് പ്രധാനപ്പെട്ട കാര്യം. തന്നോടൊപ്പം ഒരു സംഘത്തിന് അതിന്റെ ഭാഗമാക്കുമ്പോൾ കുറഞ്ഞപക്ഷം അദ്ദേഹം സ്വകാര്യമായി എന്ത് ചെയ്തോട്ടെ. തുഫാനുമായിട്ട് ഇവരെ കൂട്ടിക്കെട്ടുന്നതിനാ ഇത് ഇന്ന് വന്നതല്ല, 3 ദിവസം മുമ്പാണ് ഈ ഗുണ്ടാ സംഘത്തിൽപ്പെട്ടവരെ ഇദ്ദേഹത്തോടൊപ്പം നിൽക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വന്നത്. 2-3 ദിവസങ്ങൾക്ക് മുമ്പ് പുറത്തു വന്നതാണ്. ഇപ്പം അതിൽ ഉൾപ്പെട്ടൊരു വ്യക്തി ക്രിമിനൽ കേസില് വധശ്രമ കേസിൽ പെട്ടു എന്നത് കൂടിയുള്ളൂ. ഇതാണ് യാഥാർത്ഥ്യം. അതുകൊണ്ട് തന്നെ തുഫാൻ എന്ന് പറയുന്ന ലക്ഷ്യത്തെ പിന്നെ ഇത്രയും സത്യസന്ധ ശ്രീ അനിൽകുമാർ, താങ്കളുടെ ശബ്ദം മുറിഞ്ഞു പോകുന്നുണ്ട്. എനിക്ക് തോന്നുന്നു താങ്കൾ യാത്രയിലോ മറ്റോ ആണെന്ന് തോന്നുന്നു. റേഞ്ച് ചെറിയ പ്രശ്നമുണ്ട്. താങ്കൾ റേഞ്ചിൽ എത്തുന്ന ഘട്ടത്തിൽ ഒരിക്കൽ കൂടി നമുക്ക് ശ്രമിക്കാവുന്നതാണ്. ഇതിൽ നമ്മൾ ഈ വാർത്ത നൽകുന്നതിൻ്റെയൊക്കെ പശ്ചാത്തലത്തിൽ ഇപ്പോൾ അതിൽ ഒരാളുടെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് നേരത്തെ വൈശാഖ സൂചിപ്പിച്ചാണ് DCC മെമ്പർ സുഹൈൽ ഷാജഹാൻ പറയുന്നുണ്ട്. അയാൾ പറയുന്നതാണ്, കഴിഞ്ഞ ദിവസം ഓപ്പറേഷൻ തുഫാന് പിന്തുണ അറിയിച്ചുകൊണ്ട് ലീഡർ കെ സുധാകരൻ MPയെ കണ്ട കൊച്ചിയിലെ യുവാക്കളെ മോശമായി ചിത്രീകരിച്ച ബിഗ് TVയുടെ മാധ്യമ വിചാരണയ്ക്കെതിരെ DCC മെമ്പർ സുഹൈൽ ഷാജഹാൻ എന്ന് പറഞ്ഞിട്ട് അയാൾ ഈ DCC അംഗം ഇതിൻ്റെ പശ്ചാത്തലമൊക്കെ പറയുന്നുണ്ട്. അതിൽ ഇപ്പോൾ ഇതിപ്പോൾ എനിക്കതിൽ ഈ സുഹൈൽ ഷാജഹാനോട് ചോദിക്കാനുള്ളത്, കെ സുധാകരൻ MPയെ കണ്ട കൊച്ചിയിലെ യുവാക്കളെ മോശമായി ചിത്രീകരിച്ചതാണ്. അപ്പോൾ കൊച്ചിയിലെ യുവാക്കളെ ഒന്നും മോശമായി ചിത്രീകരിച്ചിട്ടില്ല. ഈ യോഗത്തിൽ പങ്കെടുത്ത നിങ്ങൾ പറയുന്ന കെ സുധാകരന് ലഹരി വിരുദ്ധ പോരാട്ടത്തിൽ പിന്തുണ നൽകിയ ഒരാൾ ബാറിൽ ഒരു അടിപിടി കേസല്ല, അതിനെക്കാട്ടിൽ കുറച്ചുകൂടി കടന്ന കേസുകളാണ്. ഒരാളെ തല്ലിക്കൊല്ലാൻ ശ്രമിച്ചു. ഈ ചുറ്റികയൊക്കെ കൊണ്ട് നടക്കുന്ന ഒരാളാണ്. അപ്പോൾ അയാൾ ചുറ്റിക കൊണ്ട് തലക്കടിച്ച് ഗുരുതരമായി പരിക്കേറ്റു. അയാൾ വധശ്രമ കേസിൽ ഇപ്പോൾ പിടിയിലായിട്ടുണ്ട്. അയാളാണ് ഈ യോഗത്തിൽ പങ്കെടുത്ത ഒരാൾ. മറ്റു പങ്കെടുത്ത ആളുകൾ ആരൊക്കെയാണ്? കഞ്ചാവ് കൈവശം വെച്ച കേസിൽ പിടിയിലായവർ, കൊച്ചിയിൽ ഒരു സ്ഥാപനം ആക്രമിച്ച ഒരു ഗുണ്ടാ സംഘത്തിൽപ്പെട്ട ഒരാൾ, ഒരു നേരത്തെ വളരെ ചർച്ചയായ ഒരു കേസുണ്ട്, ആ കേസിൽപ്പെട്ട ഒരാൾ, ബ്യൂട്ടി പാർലർ ആക്രമണ കേസിലെ പ്രതിയാണ് അയാൾ. അങ്ങനെ ആളുകളൊക്കെ വളരെ നിഷ്കളങ്കരായ കുറേ ചെറുപ്പക്കാർ സുധാകരനെ പോയി കണ്ട് പിന്തുണ അറിയിച്ചു എന്നൊക്കെ പറയുന്നത് ആരോടാണ്? എനിക്ക് മനസ്സിലാകാത്തതുകൊണ്ട് ഈ ചോദ്യം ഞാൻ ചോദിക്കുന്നത്. അപ്പോൾ അവരുടെ പശ്ചാത്തലം എന്താണ്? താങ്കൾ DCC അംഗമാണെങ്കിൽ താങ്കൾ കൂടി അറിഞ്ഞിട്ടാണോ ഇവരെയൊക്കെ താങ്കളുടെ നേതാവായ സുധാകരൻ്റെ അടുത്ത് കൊണ്ടുപോയത്? സുധാകരൻ അറിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞാൽ ഒരു പക്ഷേ ശരിയായിരിക്കും, അദ്ദേഹത്തിന് എല്ലാവരെയും അറിയില്ല. പക്ഷേ അറിയാവുന്ന താങ്കൾ കൊണ്ടുപോയത് ഇവരെയൊക്കെയാണല്ലോ എന്നാണ് താങ്കളോട് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. സമൂഹ മാധ്യമത്തിൽ താങ്കളിട്ട ഒരു പോസ്റ്റാണ്, അതിന് താങ്കളോട് അങ്ങനെ തിരിച്ച് ചോദിക്കാനാണ് ഈ ഘട്ടത്തിൽ എനിക്ക് തോന്നുന്നത്. വൈശാഖ് ചേരുന്നുണ്ട് ഒരിക്കൽ കൂടി. വൈശാഖ്, ഇപ്പോൾ ഈ വൈശാഖ് തന്നെ സൂചിപ്പിച്ചതാണ് DCC അംഗത്തിൻ്റെ പ്രതികരണം അല്ലേ? സോഷ്യൽ മീഡിയയിൽ ആ പ്രതികരണം വന്നിട്ടുണ്ട്. അദ്ദേഹം കൂടി അറിയാൻ ആ യോഗത്തിൽ പങ്കെടുത്തവരുടെ പശ്ചാത്തലം വൈശാഖ് ഒന്ന് പറയൂ. ആരൊക്കെയാണ് അതിൽ പങ്കെടുത്തത്? അതിൽ പങ്കെടുത്ത 3 പേർ, അതായത് ഇപ്പോൾ നിലവിൽ പിടിയിലായിട്ടുള്ള ആൾ നമ്മളുടെ ലിസ്റ്റിലുണ്ടായിരുന്നില്ല. പക്ഷേ ഈ ഒരു കേസിൽപ്പെട്ടതോടു കൂടിയാണ് ഇയാളുടെ ചരിത്രം നമ്മൾ ഒന്നുകൂടി ചികഞ്ഞെടുത്തത്. അപ്പോൾ അതിൽ അയാളടക്കം നിരവധി കേസുകൾ പ്രതിയാണ്. അതിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരും. കൂടാതെ മറ്റ് 3 പേർ, അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 പേരുടെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്ന് VS ബിലാലാണ്, കൊച്ചി ബ്യൂട്ടി പാർലർ ആക്രമണ കേസിലെ പ്രതിയായിട്ടുള്ള ആളാണ്. കൂടാതെ തെലങ്കാനയിൽ 105 കിലോ കഞ്ചാവുമായാണ് ഇയാൾ പിടിയിലായിട്ടുള്ളത്. അന്ന് 8 തോക്കുകൾ ഇയാളുടെ കൈവശം നിന്ന് പിടിച്ചെടുത്തു. അപ്പോൾ അത് ചെറിയൊരു കേസായി. 105 ഈ തോക്കുകൾ വാങ്ങിയത് പിന്നീട് മധ്യപ്രദേശിനോ മറ്റേതോ സംസ്ഥാനത്ത് നിന്ന്
വാങ്ങി വരികയാണ്. അപ്പോൾ ഈ തോക്കൊക്കെ കൈവശം വെക്കുന്നത്, ഇത്രയും തോക്കുകൾ കൈവശം വെക്കാൻ സാധാരണക്കാരനായിരിക്കില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോൾ എന്തിനാണ് ഈ തോക്കുകൾ? അന്ന് അന്വേഷണമൊക്കെ നടന്നതാണ്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ ബിലാലാണ് കഴിഞ്ഞ ദിവസം ആ യോഗത്തിൽ പ്രധാനമായും പങ്കെടുത്തത്. കൂടാതെ അഭിജിത്ത് എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു, നേരത്തെ ലഹരി കേസുകൾ പ്രതിയായിട്ടുണ്ട്. അതിൽ ഞാൻ ഡെസ്കിലേക്ക് അടക്കം നേരത്തെ എക്സൈസ് ഇയാളെ ലഹരിയുമായി പിടിച്ചപ്പോൾ അതിൻ്റെ ഒരു സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിക്കാനുള്ള ഒരു ചിത്രമൊക്കെ പുറത്തുവിട്ടിരുന്നു. അത് ഞാൻ അയച്ചിട്ടുണ്ട്. കൂടാതെ 2025 ജനുവരി 27 എറണാകുളത്ത് വടുതല റെയിൽവേ ഗേറ്റിന് സമീപം വടിവാൾ കൊണ്ട് ഉനേഷ് ബാബു എന്ന ചെറുപ്പക്കാരനെ വെട്ടിക്കൊല്ലാൻ ശ്രമിച്ച കേസിലെ 1-ാം പ്രതി കൂടിയാണ് ഈ അഭിജിത്ത്. ഈ അഭിജിത്ത് ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. കൂടാതെ മറ്റൊരാൾ മാഞ്ഞാൽ റിയാസാണ്. ഈ റിയാസും സമാനമായിട്ടുള്ള കേസുകളിൽ വധശ്രമ കേസുകളടക്കം പ്രതിയായിട്ടുള്ള ആളാണെന്നുള്ളതാണ് ഇപ്പോൾ പോലീസ് പങ്കുവെക്കുന്നത്. അപ്പോൾ ഇത്രയും ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ട് ഇതൊക്കെ പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സ്ഥിരീകരിച്ച പോലീസ് തന്നെ ഇത്രയും കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് തന്നെയാണ് റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ അനിൽകുമാർ പറഞ്ഞ പോലെ 3 ദിവസം മുമ്പാണ് ഈ ദൃശ്യങ്ങൾ പ്രചരിച്ചുകൊണ്ട് അന്ന് നമ്മൾ വാർത്ത നൽകിയിരുന്നു. കൂടാതെ ഇത് നേരത്തെ, അതായത് ഏകദേശം 2 ആഴ്ച മുൻപാണ് ഈ യോഗം നടക്കുന്നതും അതിനുശേഷം ഈ റീലുകൾ വലിയ തോതിൽ പ്രചരിക്കുകയായിരുന്നു. അതിലെ മാസ് ഡയലോഗുകളൊക്കെ ഉണ്ട്, സിനിമാ ഡയലോഗുകളൊക്കെ ഇട്ടുകൊണ്ടാണ് ഈ പറയുന്ന ഇവരോടൊപ്പം സുധാകരൻ ഇറങ്ങി വരുന്ന ദൃശ്യങ്ങൾ അടക്കം പ്രചരിപ്പിച്ചിട്ടുള്ളത്. അത് വളരെ മാസമായി തോന്നുന്ന റീലുകൾ തന്നെയായിരുന്നു. അങ്ങനെ അത് ഇവർ തന്നെ പ്രചരിപ്പിക്കുമായിരുന്നു. അതിൽ പ്രധാനപ്പെട്ട കാര്യം അതിൻ്റെ തലക്കെട്ട് തന്നെയായിരുന്നു ഈ പറയുന്ന ലഹരി മാഫിയ സംഘങ്ങളെ നേരിടാനായി കൊച്ചിയിലെ ചെറുപ്പക്കാരെ സംഘടിപ്പിച്ചുകൊണ്ട് കെ സുധാകരൻ ആളുകൾ എന്ന രീതിയിലൊക്കെയാണ്. അപ്പോൾ ആ രീതിയിൽ പ്രചരിപ്പിച്ച അവർ തന്നെ പ്രചരിപ്പിക്കുന്നു. അപ്പോൾ അതിൽ മറ്റൊരു തലം കൂടി അല്ലെങ്കിൽ മറ്റ് പല വിമർശനങ്ങൾ കൂടി വരുന്നത് ഇതൊക്കെ എൻ്റെ ആളുകളാണ്, ഇവർ ഏതെങ്കിലും തരത്തിലുള്ള കേസുകൾ പിടിക്കപ്പെട്ടാൽ അവരെ തൊടുമ്പോൾ ഒന്നും ആലോചിക്കണം എന്നുള്ള സന്ദേശം കൂടി നൽകുക എന്നുള്ള ഒരു ഉദ്ദേശം കൂടി ഇവർക്കുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങൾ കൂടി അതിൽ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ അതിലെല്ലാം വിശദമായ അന്വേഷണം വേണം. കോൺഗ്രസ് പാർട്ടിക്ക് തന്നെ ഇതിലെന്താണ് DCC നേതൃത്വം ഇത് അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകളുമായി ഈ പറയുന്ന ഒരു പ്രമുഖ നേതാവ് തന്നെ അല്ലെങ്കിൽ MP ആയിട്ടുള്ള ഒരാൾ തന്നെ പങ്കെടുക്കുന്ന യോഗത്തിൽ ഇവരൊക്കെ പങ്കെടുക്കുന്നു. അപ്പോൾ അത് ഏത് തരത്തിലുള്ള യോഗമായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ വിശദമായ അന്വേഷണം വേണം. സാധാരണ ഒരു 4-5 ഗുണ്ടകൾ ചേർന്ന് ഒരു വീട്ടിൽ തമ്പടിച്ചു കഴിഞ്ഞാൽ അവിടുത്തെ ദൃശ്യങ്ങൾ റീലിട്ട് കഴിഞ്ഞാൽ അവരെ പോയി പൊക്കി അവരെക്കെതിരെ കേസെടുത്ത് ഗൂഢാലോചന ഉണ്ടായിരുന്നു, മറ്റേതോ ക്രിമിനൽ ഗൂഢാലോചനയുടെ ഭാഗമാണെന്നുള്ള രീതിയിലൊക്കെ കേസെടുത്ത് നടപടിയെടുത്ത പോലീസ് കൂടിയുണ്ട് ഈ നാട്ടിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു കൂട്ടം ആളുകൾ പങ്കെടുത്ത് ഒരു യോഗത്തിൽ പങ്കെടുക്കുന്നു, അതൊരു പ്രമുഖ നേതാവ് പങ്കെടുക്കുന്നു. അപ്പോൾ അതെന്തായിരുന്നു ആ യോഗത്തിൻ്റെ ലക്ഷ്യം എന്നുള്ള കാര്യങ്ങൾ പുറത്തു വന്നത് ഇതാണെങ്കിൽ മറ്റേതെങ്കിലും രഹസ്യ അജണ്ടകൾ അതിൻ്റെ പിന്നിലുണ്ടായിരുന്നു. കൂടാതെ ഇന്ന് പുറത്തു വന്നിരിക്കുന്ന ഇതിലെ പ്രധാനപ്പെട്ട DCC മെമ്പറുടെ സംസാരം കൂടി അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രതികരണം കൂടി വായിച്ചെടുക്കുമ്പോൾ സംസ്ഥാനത്തുടനീളം മറ്റ് ജില്ലകളിലടക്കം സമാനമായിട്ടുള്ള കൂട്ടായ്മകൾ രൂപീകരിക്കാൻ അവർ തയ്യാറെടുക്കുന്നു എന്നുള്ളതാണ്. ഏത് കേസിലെ പ്രതിയാണെങ്കിലും ഞങ്ങൾക്കൊപ്പം നിൽക്കുന്ന ആളുകളെ സംരക്ഷിക്കുമെന്നൊരു വെല്ലുവിളി കൂടി ആ ഒരു പ്രതികരണത്തിലുണ്ട്. അപ്പോൾ അതെന്താണ് ഇവർ ഉദ്ദേശിക്കുന്ന കാര്യത്തിൽ വ്യക്തത വരണം. കൂടാതെ ഇത്തരത്തിൽ ഈ ലഹരി മാഫിയ സംഘങ്ങളെ നേരിടാൻ ഇത്തരത്തിൽ ക്രിമിനൽ ബാക്ക്ഗ്രൗണ്ടുള്ള ആളുകളെ രംഗത്തിറക്കി വിടുമ്പോൾ അതുണ്ടാക്കാൻ പോകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ഇപ്പോ ഇത് സിറ്റി പോലീസിന് എന്തെങ്കിലും അവർക്ക് ഇപ്പോൾ സ്പെഷ്യൽ ബ്രാഞ്ച് റിപ്പോർട്ടൊക്കെ കിട്ടിയിരുന്നല്ലോ. അപ്പോൾ ഈ സിറ്റി പോലീസ് എന്തെങ്കിലും ഒരു നടപടിയിലേക്ക് കടക്കുന്നുണ്ടോ? ഇപ്പോൾ നോക്കൂ, വൈശാഖ് തന്നെ പറയുമ്പോൾ തന്നെ അതിൽ ആളുകളുടെ ക്രിമിനൽ പശ്ചാത്തലം എത്ര ഭയാനകമാണ്. ഇവരൊക്കെ വലിയ തോതിൽ ക്രിമിനൽ പ്രവർത്തികൾ നടത്തുന്ന ആളുകളാണ്. ലഹരി മരുന്ന് കൈവശം വെച്ചവരാണ്, കഞ്ചാവ് കൈവശം വെച്ചവരാണ്, നിയമവിരുദ്ധമായ ആയുധങ്ങൾ കൈവശം വെച്ചവരാണ്, ആളുകളെ ഭയപ്പെടുത്തുന്നവരാണ്. ഇപ്പോൾ ഇവിടെ ബ്യൂട്ടി പാർലർ ആക്രമണ കേസിൽ പ്രതിയായവരാണ്. അപ്പോൾ ഈ നിലയിൽ കൊടും ക്രിമിനലുകളെന്നോ അത്തരം പശ്ചാത്തലമുള്ളവരെന്നോ ഒക്കെ നമുക്ക് പറയാം. ഒരു DCC അംഗം തന്നെ ഇവരെയൊക്കെ ന്യായീകരിച്ച് കൊച്ചിയിലെ ചെറുപ്പക്കാർ എന്ന് വളരെ നിഷ്കളങ്കമായാണല്ലോ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്രിമിനൽ പശ്ചാത്തലമൊക്കെ മറച്ചു വെച്ചുകൊണ്ടാണ് അദ്ദേഹവും സംസാരിക്കുന്നത്. ഇപ്പോൾ വൈശാഖിട്ട ആ വീഡിയോ ഞാൻ കാണുകയായിരുന്നു. അപ്പോൾ ഇത് ഈ നിലയിലൊക്കെയാണ് ഈ ആഭ്യന്തര വകുപ്പ് അല്ലെങ്കിൽ ഈ പറയുന്ന കോൺഗ്രസ് നേതാക്കൾ ജില്ലകൾ തോറും ഈ മയക്കുമരുന്ന് ലഹരി വിരുദ്ധ പോരാട്ടം നടത്താൻ പോകുന്നതെങ്കിൽ ഇത് എവിടെ ചെന്ന് അവസാനിക്കുമെന്ന് നാട്ടുകാർക്ക് ജനങ്ങൾക്ക് തോന്നില്ലേ? ഇപ്പോൾ ഇവരെയൊക്കെ ഞങ്ങളുടെ കൂടെ ചേർത്താൽ ഇവരൊക്കെ കാണിക്കുന്ന എല്ലാ അതിക്രമങ്ങൾക്കും അതൊരു രാഷ്ട്രീയ സംരക്ഷണം കൊടുക്കേണ്ടി വരില്ലേ? പോലീസ് അറച്ചു നിൽക്കില്ലേ? അതൊക്കെയല്ലേ ഇതിൻ്റെ മറ്റ് അപകടങ്ങൾ അല്ലേ? തീർച്ചയായും അത് തന്നെയാണ് പോലീസിന്. അതായത് പോലീസ് നേരത്തെ പറഞ്ഞ പോലെ ഇതിനെ സംബന്ധിച്ച റിപ്പോർട്ട് നേരത്തെ തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് നൽകിയിരുന്നു. ഇത്തരം ആളുകൾ പങ്കെടുത്തുള്ള യോഗം നടന്നു എന്ന് പറഞ്ഞു. പക്ഷേ അതിനപ്പുറത്തേക്ക് ഒരു നടപടിയിലേക്ക് പോകാൻ പോലീസിന് ആഭ്യന്തര വകുപ്പിന് കഴിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ മുകളിൽ നിന്നും അതുമായി ബന്ധപ്പെട്ട എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും വ്യക്തതയില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ ഇത്തരം കൂട്ടായ്മകൾ എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പോലീസിന് തന്നെ ആക്ട് ചെയ്യാൻ കഴിയാത്ത രീതിയിലേക്ക് പോലീസിനെ നിഷ്ക്രിയമാക്കി അല്ലെങ്കിൽ അവർക്ക് ഇത്തരത്തിലുള്ള ആളുകൾ ഉൾപ്പെട്ട കേസുകൾ ഇത് നേതാക്കളുടെ ആളുകളാണെന്നുള്ള രീതിയിൽ ചിത്രീകരിച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായും അവർ ഇവരെ തൊടാൻ മടിക്കും.
ആയിരിക്കും. അപ്പോൾ അത് വലിയ രീതിയിലുള്ള ഒരു കീഴ്വഴക്കങ്ങൾക്ക് കാരണമാകും. അത് കൂടുതൽ ക്രമസമാധാന പ്രശ്നങ്ങളിലേക്ക് പോകുകയുള്ളൂ. അപ്പോൾ രമേശ് ചെന്നിത്തലയ്ക്ക് എന്താണ് ഇതിൽ, അല്ലെങ്കിൽ രമേശ് ചെന്നിത്തലയും അതോടൊപ്പം തന്നെ DGP ഉൾപ്പെടെയുള്ളവർ ഇത്തരം സംഭവങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ എന്ത് തുടർ നടപടികൾ സ്വീകരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് സിറ്റി പോലീസിന് ഇത് റിപ്പോർട്ടായി നൽകി. അത് പിന്നീട് സ്റ്റേറ്റ് ഇന്റലിജൻസിനടക്കം ഇത് റിപ്പോർട്ടായി നൽകിയിട്ടുണ്ട്. പക്ഷേ അതിൽ തുടർ നടപടികളൊന്നും തന്നെ ഉണ്ടായിട്ടില്ല. അത് ഈ പറയുന്ന നേതാക്കളുടെ സാന്നിധ്യമായിരിക്കാം ഒരുപക്ഷെ അവരെ അതിൽ നിന്നും തടയുന്നത്. അപ്പോൾ എന്താണ് ഇതിൽ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ വിശദമായ അന്വേഷണം വേണം. ഇവരേതെങ്കിലും തരത്തിലുള്ള ഇത് മനസ്സിലാക്കേണ്ടത് 2 ആഴ്ച കഴിയുമ്പോൾ തന്നെ അതിലൊരു പ്രധാന അല്ലെങ്കിൽ അത് പങ്കെടുത്ത ഒരാൾ വധശ്രമ കേസിൽ പ്രതിയാകുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെട്ട് കഴിഞ്ഞാൽ ഇത് വലിയ രീതിയിലുള്ള ക്രമസമാധാന പ്രശ്നമായി മാറും. പോലീസിന് പോലും ഇതിൽ നിയന്ത്രിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്ക് വരും. അപ്പോൾ ഇതിൽ കൃത്യമായിട്ടുള്ളൊരു ഇടപെടൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകണം. ഇത്തരം ആളുകൾക്ക് ഒരു സംരക്ഷണവും നൽകില്ല. ഇത്തരം ആളുകളെ വാരിയസ് ആക്കി പ്രഖ്യാപിക്കുന്നതിലടക്കം ഏതെങ്കിലും തരത്തിലുള്ള അല്ലെങ്കിൽ ഇങ്ങനെ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളുകൾ ഇത് പ്രഖ്യാപിക്കുമ്പോൾ അതിലുള്ള പരിശോധനകൾ അടക്കം വേണ്ടതാണ്. കൂടാതെ ഓരോ നേതാക്കളും ഇത്തരത്തിൽ ഇടപെട്ട് ഇത്തരത്തിലുള്ള ആളുകളെ കൂട്ടി എല്ലാ ജില്ലകളിലും ഇത്തരത്തിലൊരു കൂട്ടായ്മകളാക്കി വരുമ്പോൾ അത് പിന്നീട് വലിയ രീതിയിലുള്ള ഭാവിയിൽ നാട്ടുകാർക്ക് പുറത്തിറങ്ങാൻ കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിയാലും അതിശയിക്കാനില്ല. അപ്പോൾ അതുകൊണ്ട് മുളയിലെ തന്നെ ഈ കാര്യങ്ങളെ നിയന്ത്രിക്കാനുള്ള ശ്രമങ്ങൾ ആഭ്യന്തര വകുപ്പിൻ്റെ ഭാഗത്തുണ്ടാകണം, സർക്കാരിൻ്റെ ഭാഗത്തുണ്ടാകണം എന്നുള്ളത് തന്നെയാണ്. പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിൽ നിന്ന് ഉയരുന്നുണ്ട്. അത് പലരും പരസ്യമായി പറയുന്നില്ലെങ്കിൽ പോലും നേരത്തെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ DCCയുടെ പ്രതികരണമോ പ്രാദേശിക കോൺഗ്രസ് നേതാക്കളുടെ ഒക്കെ പ്രതികരണം ഉണ്ടായിരുന്നു. ഇപ്പോൾ അവരെയൊന്നും അല്ലല്ലോ കെ സുധാകരൻ കണ്ടത്, അവരെയൊന്നും അല്ലല്ലോ വിളിച്ച് കെ സുധാകരൻ സംസാരിച്ചത്. ഇപ്പോൾ ഈ പറയുന്ന 10-15 കേസുള്ള ആളുകളെ വിളിച്ച് എന്തോ ഗുണ്ടകളുടെ ഒരു സമ്മേളനത്തിൽ പങ്കെടുത്ത പോലെയാണല്ലോ കെ സുധാകരൻ അവിടെ വന്നത്, അല്ലേ? അവരാണല്ലോ കെ സുധാകരനെ ആദരിക്കുകയും സ്വീകരിക്കുകയും ഒക്കെ ചെയ്ത്. കെ സുധാകരൻ യഥാർത്ഥത്തിൽ ഇവിടുത്തെ KSUവിൻ്റെ യൂത്ത് കോൺഗ്രസിൻ്റെയും പ്രവർത്തകരുടെ യോഗം വിളിച്ചിട്ട് നിങ്ങൾ മയക്കുമരുന്നിന് എതിരായ പോരാട്ടത്തിൽ മുന്നിൽ നിൽക്കണം, കലാലയങ്ങളിലും ഒക്കെ നിങ്ങൾ ഇതിന് നായകന്മാരായി മാറണം എന്ന് പറയേണ്ടതിന് പകരം അദ്ദേഹം വിളിച്ചു ചേർത്തിരിക്കുന്ന ആരെയാണ്? അദ്ദേഹം അഭിസംബോധന ചെയ്തത് ആരെയാണ്? അപ്പോൾ അതിൽ DCCക്ക് പ്രതികരണം ഉണ്ടാകുമല്ലോ, കോൺഗ്രസിൻ്റെ മറ്റു നേതാക്കൾക്ക് പ്രതികരണം ഉണ്ടാകുമല്ലോ. അപ്പോൾ അവരുടെയൊക്കെ പ്രതികരണം ഈ വിഷയത്തിൽ ഉണ്ടാകുമല്ലേ ഉടൻ എന്ന് കരുതാം. ഉണ്ട്. കാരണം കഴിഞ്ഞ ദിവസം തന്നെ ഈ ഒരു വാർത്ത പുറത്ത് നൽകിയ ദിവസം തന്നെ നമ്മൾ DCCയുടെ പ്രതികരണത്തിന് ശ്രമിച്ചിരുന്നു. പക്ഷേ അദ്ദേഹം DCC പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് സഭയിലാണ്. പക്ഷേ അദ്ദേഹം പരസ്യമായി പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നമ്മളെ അറിയിച്ചിട്ടില്ല, അല്ലെങ്കിൽ DCC അറിയിച്ചുകൊണ്ടല്ല ഈ യോഗം വിളിച്ചതെന്നുള്ള കാര്യമാണ് അദ്ദേഹം വിശദീകരിച്ചുള്ളത്. അതിനപ്പുറത്തേക്ക് ഒരു പ്രതികരണത്തിലേക്ക് തയ്യാറായില്ല. പക്ഷേ പാർട്ടിക്കുള്ളിൽ തന്നെ വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഇതിനോടകം തന്നെ ഉയർന്നിട്ടുണ്ട്. ഈ ഒരു ദൃശ്യങ്ങളടക്കം വലിയ രീതിയിൽ പ്രചരിച്ചു തുടങ്ങിയതോടുകൂടിയാണ് പാർട്ടി അടക്കം ഓപ്പറേഷൻ തൂഫാൻ അടക്കം പ്രതിരോധത്തിലാക്കുന്ന രീതിയിലുള്ള ഇടപെടൽ നേതാവിൻ്റെ ഭാഗത്തുണ്ടായി, ലീഡറുടെ ഭാഗത്തുണ്ടായി എന്നുള്ള രീതിയിൽ തന്നെ അണികൾ തന്നെ പറഞ്ഞു തുടങ്ങിയത്. അപ്പോൾ അതിൽ എന്ത് നടപടി, പാർട്ടി ഏത് രീതിയിലുള്ള ഇടപെടലായിരിക്കും ഇതിൽ നടത്തുക എന്നുള്ള കാര്യങ്ങൾ. കാരണം വളരെ മികച്ച രീതിയിൽ തന്നെ എറണാകുളം ജില്ലയിലടക്കം പോലീസിൻ്റെ നേതൃത്വത്തിലടക്കം ഓപ്പറേഷൻ തൂഫാൻ മുന്നോട്ട് പോകുന്നതിനിടയിലാണ് അതിലെ ജില്ലയിൽ തന്നെ പല സ്ഥലങ്ങളിലായി കൂടി നിൽക്കുന്ന ഇത്തരത്തിലുള്ള ആളുകളെ ഈ പറയുന്ന യോഗത്തിലേക്ക് ക്ഷണിക്കുന്നു. അവർ ഇതിൻ്റെ ഭാഗമായി പ്രവർത്തിക്കാൻ തീരുമാനിക്കുന്നു. അതിൻ്റെ തുടർച്ചയായി ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ സ്വാഭാവികമായും അതിൽ വലിയ രീതിയിലുള്ള അമർഷം പോലീസിനുള്ളിലുണ്ട്, പാർട്ടിക്കുള്ളിലുണ്ട്. അപ്പോൾ അതൊക്കെ ഏത് രീതിയിലായിരിക്കും തുറന്നുള്ളത്, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അടക്കം കൈകാര്യം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് കാത്തിരുന്ന് കാണേണ്ടത്. ഇത് വലിയൊരു പ്രശ്നം തന്നെ, അത് പോലീസ് തന്നെ അത് പറയുന്നുണ്ട്. കാരണം ഇത്തരത്തിലുള്ള ആളുകൾക്ക് അവർക്ക് നിയമം കയ്യിലെടുക്കാനുള്ള ഒരു അവസരം കൂടി വിട്ടു നൽകുമ്പോൾ അത് പിന്നീട് ഉണ്ടാക്കാൻ പോകുന്ന ക്രമസമാധാന പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും കൊച്ചിയെക്കുറിച്ച് നമുക്കറിയാം. നേരത്തെ ഒരു കാലത്ത് ഗുണ്ടകളുടെ വലിയ രീതിയിലുള്ള വിലസിലായിരുന്നു. അത് പിന്നീട് ഗ്യാങ് ബാറിലേക്ക് പോകുന്നു. തോക്കും വടിവാളും ഒക്കെയായി പരസ്യമായി നിരത്തിലടക്കം ഇറങ്ങി, അല്ലെങ്കിൽ അത്തരത്തിൽ ആളുകൾക്ക് പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പിന്നീട് അത് മാറി വരികയായിരുന്നു. അപ്പോൾ വീണ്ടും ഇത്തരത്തിലുള്ള ആളുകൾക്ക് തന്നെ ഇതിൻ്റെ ഈ ലഹരിയെ നിയന്ത്രിക്കാനുള്ള എന്ന പേരിൽ അവർക്കൊരു ലൈസൻസ് കൊടുക്കുന്നതോടുകൂടി അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് നയിക്കുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ തന്നെയാണ് പ്രധാനമായും പോലീസ് അടക്കം ചൂണ്ടിക്കാട്ടുള്ളത്. അത് നേരത്തെ ആഭ്യന്തര വകുപ്പിനടക്കം കൃത്യമായി തന്നെ സ്പെഷ്യൽ ബ്രാഞ്ച് ആ റിപ്പോർട്ടിൽ വിശദമായി തന്നെ പറഞ്ഞിട്ടുണ്ടെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. കൂടാതെ സമാനമായ കൂട്ടായ്മകൾ മറ്റ് ജില്ലകളിൽ കൂടി ഇപ്പോൾ ഏതായാലും ഒരു കാര്യം ഈ ഘട്ടത്തിൽ പ്രേക്ഷകരോട് പറയാനുള്ളത്, കെ സുധാകരൻ ഒരു മീറ്റിംഗിനായി അവിടെ കണ്ണൂരിലെ കളക്ടറേറ്റിൽ എത്തുന്നുണ്ട്. അവിടെ വെച്ച് ഞങ്ങളുടെ പ്രതിനിധി ലിനറ്റ് പ്രതികരണം തേടുന്നുണ്ട്. അദ്ദേഹം ഇതിൽ പങ്കെടുക്കാനിടയായ സാഹചര്യം എന്താണെന്ന് അദ്ദേഹം വിശദീകരിക്കട്ടെ. അദ്ദേഹം ആ യോഗത്തിൽ പ്രസംഗിക്കുന്നതിൽ ഒരു ഭാഗം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതിൽ അദ്ദേഹം ഇതിൽ പങ്കെടുത്തവരെ അഭിവാദ്യം ചെയ്യുന്നു, എല്ലാവർക്കും ആശംസകൾ നേരുന്നു, നിങ്ങളൊക്കെ ഈ നാടിൻ്റെ ശബ്ദമാകണം, കരുത്താകണം, ബലമാകണം എന്നൊക്കെ പറഞ്ഞ് പതിവ് പോലെ ഒരു പ്രസംഗമാണ് അദ്ദേഹം ഇരുന്നുകൊണ്ട് പ്രസംഗിക്കുന്നു. അതിൽ എല്ലാവർക്കും ആശംസകളൊക്കെ നേർന്ന് പിരിയുന്ന ഒരു ഭാഗം മാത്രം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. അദ്ദേഹം അഭിസംബോധന ചെയ്തതിൽ ഈ നാടിൻ്റെ കരുത്താകണം, ബലമാകണം, നാവാകണം എന്നൊക്കെ പറഞ്ഞത് കേട്ട് പോയി ബാറിൽ അടിയുണ്ടാക്കിയ ഒരു മനുഷ്യനെ പറ്റിയാണ് നമ്മൾ നേരത്തെ റിപ്പോർട്ട് നൽകിയത്. അയാളുടെ ആ ബാറിലെ കരുത്തും ബലവും ശബ്ദവുമാണ് നമ്മൾ നേരത്തെ കേൾപ്പിച്ചത്. തന്നെയുമല്ല, അദ്ദേഹം അഭിസംബോധന ചെയ്ത പലരും
ഈ ലഹരി കേസിൽ നിരവധി കേസുകളിൽ പ്രതികളാണ്, ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ്, കുപ്രസിദ്ധ ഗുണ്ടകൾ എന്ന് നമുക്ക് പറയാവുന്ന തരത്തിൽ പോലീസിന്റെ ലിസ്റ്റിലുള്ള ആളുകളാണ്. അവരൊക്കെ വിചാരണ നേരിടുകയോ അന്വേഷണം നേരിടുകയോ അറസ്റ്റിലായി ജാമ്യം എടുത്ത് പുറത്തു നടക്കുന്നവരോ ഒക്കെ തന്നെയാണ്. അപ്പോൾ അവരെല്ലാം വിളിച്ചു ചേർത്ത് സുധാകരന് മുന്നിൽ കൊണ്ടിരുത്തിയത് ആരാണ് എന്നാണ് പരിശോധിക്കേണ്ടത്. സുധാകരൻ്റെ അറിവോടെയാണോ അത് നടന്നത്? ഇവരൊക്കെ തന്നെയാണ് എന്നെ കാണാൻ വന്നതെന്ന് അദ്ദേഹത്തിന് അറിയാമായിരുന്നോ എന്നൊക്കെയാണ് അറിയേണ്ടത്. ഇനിയിപ്പോൾ ഒരു ഭീഷണിയും കൂടെ വരുന്നുണ്ട്. ഇത് ബിഗ് TV വാർത്തയാക്കിയതുകൊണ്ട് നമ്മളോടൊരു വെല്ലുവിളി, ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കില്ല, ഞങ്ങൾ എല്ലാ ജില്ലകളിലും വിളിച്ചു ചേർക്കും എന്നൊക്കെ പറയുന്നു. ഇതാരെയാണ് വെല്ലുവിളിക്കുന്നത് നമുക്കറിയില്ല. നമ്മളിത് വാർത്തയാക്കി ജനങ്ങളെ അറിയിച്ച് നമ്മളോടുള്ള വെല്ലുവിളിയാണെങ്കിൽ ഞങ്ങളെയല്ല വെല്ലുവിളിക്കേണ്ടത്, നിങ്ങൾ ആഭ്യന്തര വകുപ്പിനോട് പറയുക. നാട് മുഴുവൻ ഞങ്ങൾ ഇത്തരത്തിൽ ഗുണ്ടകളെ സംഘടിപ്പിച്ച് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പോവുകയാണെന്ന് ആഭ്യന്തര വകുപ്പിനോട് പറയുക. അപ്പോൾ ആഭ്യന്തരമന്ത്രി അതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും പാരിതോഷികമോ ഉപഹാരമോ ഒന്നില്ലെങ്കിൽ വാങ്ങിക്കുക, അത് ഷെൽഫിൽ വയ്ക്കുകയൊക്കെ ചെയ്യുക. എന്തായാലും നമ്മളോട് അങ്ങനെ വെല്ലുവിളിയൊന്നും നടത്തേണ്ട ആവശ്യമില്ല. ഇത് നടന്നത് കൊച്ചിയിലാണ്. അതിൻ്റെ വിവരങ്ങൾ പുറത്തു വന്നു, ഞങ്ങളത് പ്രേക്ഷകരിൽ എത്തിച്ചു. അതിൽ പങ്കെടുത്ത ഒരാൾ ബാറിൽ കാട്ടിക്കൂട്ടിയ അക്രമം, അയാൾ ചുറ്റിക കൊണ്ടാണ് നടക്കുന്നത്. ഈ ലഹരി വിരുദ്ധ പോരാട്ടത്തിന് നടക്കുന്നയാൾ ചുറ്റിക കൈവശം വെക്കണമെന്ന് ആഭ്യന്തര വകുപ്പ് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ആദ്യത്തെ തൂഫാൻ വാര്യർ മോഹൻലാലാണ്, അദ്ദേഹം ചുറ്റിക കൊണ്ടാണ് നടക്കുന്നതെന്ന് ഞങ്ങൾക്കറിയില്ല. അപ്പോൾ ഈ വാര്യർമാരൊക്കെ തൂഫാൻ വാര്യർമാരൊക്കെ ചുറ്റിക കൊണ്ട് നടക്കണമെന്ന് ആഭ്യന്തരമന്ത്രി പറഞ്ഞിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നടക്കട്ടെ, ആഭ്യന്തര വകുപ്പ് ഇടപെടട്ടെ, അദ്ദേഹം ആഭ്യന്തരമന്ത്രി കാണട്ടെ, അപ്പോൾ എന്ത് വേണമെന്ന് സർക്കാർ തീരുമാനിക്കട്ടെ. അത്രയും നമുക്ക് ഈ ഘട്ടത്തിൽ ഈ വിഷയത്തിൽ പറയാനുള്ളൂ.